Assalamualaikum dear friends, welcome back to Shamys Curryworld. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് പഴുത്തുപോയ നേന്ത്രപ്പഴവും അരിപ്പൊടിയും വെച്ച് അധികം എണ്ണയൊന്നും ചേർക്കാതെ ആവിയിൽ വേവിച്ചെടുത്ത നല്ല പഞ്ഞി പോലെയുള്ള ഒരു കിടിലൻ 4 മണി പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം പാൻ വെച്ച് കൊടുത്തു. ഇതിലോട്ട് 1.25 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ പൊടിച്ച ശർക്കരയാണ് എടുത്തു കൊടുത്തിട്ടുള്ളത്. അതാവുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി കിട്ടും. ഇതിലോട്ട് 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ദാ 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് മെൽറ്റ് ആയി കിട്ടിയാൽ മതി. കൂടുതൽ വറ്റി പോവേണ്ട ആവശ്യമില്ല. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ദാ എല്ലാം മെൽറ്റ് ആയി വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ നല്ലോണം പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇത് അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ ദാ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് ഇത് അരിഞ്ഞ് ഈ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ദാ ഇതുപോലത്തെ പഴമൊക്കെ നമ്മൾ സാധാരണ കഴിക്കാറില്ല, കഴിക്കാൻ അത്ര രസം തോന്നില്ല. അപ്പോൾ നമ്മൾ കളയാണ് പതിവ്. അപ്പോൾ ഇതുപോലെയുള്ള ആവിയിലുള്ള സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കും ഇഷ്ടപ്പെടും. അതുമാത്രമല്ല ഇത് വൈറ്റമിൻസ് കൂടുതലാണ്, അതുപോലെ തന്നെ പ്രതിരോധ ശക്തിയും കൂടുതലാണ്. അപ്പോൾ ഇതുപോലുള്ള പഴം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ കളയാതെ ഇതുപോലത്തെ റെസിപ്പികൾ ഉണ്ടാക്കി കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ആ പഴമെല്ലാം ഞാനിവിടെ അരിഞ്ഞിട്ട് കൊടുത്തു. ഇനി നമുക്ക് നേരത്തെ തണുക്കാൻ വെച്ചിരുന്ന ശർക്കരപ്പാനി ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. അത് ഒരു അരിപ്പ എടുത്തതിന് ശേഷം ഇതിലോട്ട് അരിച്ചൊഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ അരിച്ചൊഴിച്ചു കൊടുക്കുന്നതെങ്കിൽ മണ്ണോ കല്ലൊക്കെ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ അരിച്ചൊഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നല്ല ശർക്കരയാണ് എടുക്കുന്നുണ്ടെങ്കിൽ അരിച്ചൊഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ആ പഴം നന്നായിട്ട് ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇടിയപ്പത്തിൻ്റെയോ പത്തിരിയുടെ നല്ല നൈസായിട്ടുള്ള പൊടി എടുക്കുക. 1.5 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് ഞാൻ 1.5 കപ്പ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് നേരത്തെ അടിച്ചു വെച്ച മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി കട്ടകളില്ലാതെ നമുക്ക് ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ കട്ടയൊന്നുമില്ല, നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ടിക്കാണ് ഇരിക്കുന്നത്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് നമ്മൾ പശുവും പാൽ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ശർക്കരയ്ക്ക് എപ്പോഴും കോമ്പിനേഷൻ തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ചേർക്കുമ്പോഴത്തേക്കാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ ഞാനിവിടെ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ തേങ്ങാപ്പാലൊക്കെ എടുക്കാൻ പാട് എന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പാല് കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിനി മാറ്റി വയ്ക്കാം. ഇനി തേങ്ങാപ്പാൽ എങ്ങനെ പെർഫെക്റ്റായിട്ട് എടുക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. അടുത്തതായിട്ട് മിക്സിയിലെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ തേങ്ങ നന്നായിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ അങ്ങ് പേസ്റ്റായിട്ട് അരയാൻ പാടില്ല, ഒന്ന് തരിതരിയായിട്ട് ഒന്ന് അരച്ചെടുക്കുക. ഇനി നമുക്കിതൊന്ന് അരിച്ചൊഴിക്കാം. ഇനി ഇതിൻ്റെ പുറത്ത് അരിപ്പ വെച്ചതിന് ശേഷം തേങ്ങാപ്പാൽ ഇട്ട് ഒന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മുറുക്കി പിഴിഞ്ഞെടുക്കാം. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ അളന്ന് കാണിച്ചു തരാം എത്ര ഉണ്ടെന്ന്. അപ്പോൾ കറക്റ്റായിട്ട് 1/2 കപ്പ് ഉണ്ട്. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച മിക്സ് ഉണ്ടല്ലോ, അതിലോട്ട് കുറേശ്ശെ ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. പകുതി ഒഴിച്ചു കൊടുക്കാം ആദ്യം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാടങ്ങ് ലൂസായി പോകാൻ പാടില്ല, അതുകൊണ്ടാണ് കുറേശ്ശെ ഞാനിവിടെ പാലൊഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ മിക്സ് ചെയ്തെടുത്തു. ബാക്കി തേങ്ങാപ്പാലും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കണം. മുഴുവനും ചേർത്ത് കൊടുക്കാം. മൊത്തം ഞാൻ 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പാൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് എടുത്ത് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ഒന്ന് കാച്ചി തണുത്തതിന് ശേഷം മാത്രമേ പാൽ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അതും 1/2 കപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഫോൾഡായിട്ട് വരണം. ഉണ്ടോ, ഇതുപോലെ വരണം. ഇതാണ് ഇതിന്റെ പരുവം. ഇതിനെ മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായി നമുക്ക് ഏലക്കയും കപ്പലണ്ടിയും ഒന്ന് ചതച്ചെടുക്കുന്നതിന് വേണ്ടി ഇതുപോലത്തെ ഒരു ഇടികല്ല് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഏലക്ക ഒന്ന് ചതച്ചെടുക്കാം. അപ്പം നിങ്ങളുടെ കയ്യിൽ ഏലക്കാപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/2 സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ കപ്പലണ്ടി ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ചെറുതായിട്ട് ഒന്ന് ഇടിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾ മിക്സിയിലാണ് പൊടിച്ചെടുക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. കൂടുതൽ അങ്ങ് പൊടിഞ്ഞു പോവേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. കൂടുതൽ അങ്ങ് പൊടിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തു. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നെയ്യ് ഇല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ മാത്രം ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലോട്ട് കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുക്കാം.
ഇനി നമ്മൾ ഇടികല്ലിൽ ഇടിച്ചെടുത്ത കപ്പലണ്ടി അത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂട്ടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. അപ്പോൾ ആ ഫ്ലെയിം ഓഫാക്കി കൊടുത്ത് കൂടുതൽ അങ്ങ് മൂത്തെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഫ്ലെയിം ഓഫാക്കി ഇനി ഈ ചൂടോട് കൂടി തന്നെ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിനി നമുക്ക് മാറ്റി വെക്കാം. ഇനി മിക്സ് ചെയ്ത് മാറ്റി വെച്ച മാവിലേക്ക് 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ കട്ടയൊന്നുമില്ലാതെ നല്ലോണം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന കപ്പലണ്ടി കിസ്മിസും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് മുഴുവൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതും കൂടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കപ്പലണ്ടി എല്ലാം ഇതുപോലെ ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുത്തത് കൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടും. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇനി നമുക്ക് നെയ്യ് തടവിയ ഒരു പാത്രത്തിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നെയ്യൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നല്ലോണം വശങ്ങളിലെല്ലാം നെയ്യ് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മളിപ്പം തയ്യാറാക്കി വെച്ച മിക്സ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാ മിക്സും ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടെ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ തന്നെ നല്ല ഭംഗിയായി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് ഇത് ഇറക്കി വെച്ച് കൊടുക്കാം. ഞാനിവിടെ വെള്ളം തിളപ്പിക്കാൻ നേരത്ത് ഒരു വാഴയില ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു വാഴയില വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലോട്ട് നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. കൈ പൊള്ളാതെ വേണം വെക്കാനായിട്ട്. ഇനി നമുക്ക് ഈ വാഴയില ഇതിൻ്റെ പുറത്ത് മൂടി കൊടുക്കാം. ഇനി നമുക്ക് ഇത് മൂടി വെച്ച് ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ നമുക്കൊന്ന് ആവിയേറ്റിയെടുക്കാം. അപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞ് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം കുറച്ചൊന്ന് തണുത്തതിന് ശേഷമാണ് ഞാൻ തുറന്ന് കാണിക്കുന്നത്. അപ്പോൾ വാഴയിലെല്ലാം നമുക്ക് മാറ്റാം. ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട്. ആ പഴത്തിൻ്റെ ഒന്നും ഒരു മണവും വരുന്നില്ല. അപ്പോൾ കറക്റ്റ് 25 മിനിറ്റ് ആയപ്പോൾ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ നല്ല തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം സ്ക്വയർ ഷേപ്പിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ഒരു പീസ് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ടുണ്ട്. കണ്ടോ എത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെന്ന് കണ്ടോ. നല്ല സോഫ്റ്റുമാണ്. ഇനി ഞാൻ ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. ഇത്രമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത് കണ്ടല്ലോ. നല്ല അടിപൊളിയായിട്ടുണ്ട്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ പഴത്തിൻ്റെ ഒന്നും ഒരു കുത്തലോ മണമോ ഒന്നും ഇല്ല. അപ്പോൾ നല്ല സ്പോഞ്ച് ആയിട്ടുള്ള കേക്ക് പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റുമാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്